Good morning. Okay, good morning. Okay. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒരു 2 എക്യുപ്മെന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ഒന്നല്ലേ ഉള്ളൂ. ഒരെണ്ണുള്ളൂ അല്ലെ? ഓക്കെ, കാർഡിയക് മോണിറ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാർഡിയക് മോണിറ്റർ അത് പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ 43 കേട്ടോ. ഏതാണ്? ട്രാക്ഷൻ ആണ് കേട്ടോ. ട്രാക്ഷൻ. ഓക്കെ, ആ പിക്ചർ ഒന്ന് നോക്കാം. എന്താണ് ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് to straighten broken bones or relieve the pressure on the spine and the bones. അതായത് നമ്മളിങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള എല്ലുകൾ അല്ലെ, എല്ലുകളൊക്കെ നേരെയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്പൈൻ ആൻഡ് ബോൺസ് അല്ലെ, നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ബോൺസിനൊക്കെ ചുറ്റുമുള്ള ആ ഒരു പ്രഷർ ഒക്കെ, ആ ഒരു പ്രഷറൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ, ട്രാക്ഷൻ. ഓക്കെ, ഇനി ട്രാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പാണ് ട്രാക്ഷൻ ഉള്ളത് കേട്ടോ. There are mainly 2 types of traction. First one, skin traction and skeletal traction ആണ് കേട്ടോ. They are utilized in orthopedic medicine. അതായത് സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലറ്റൽ ട്രാക്ഷൻ ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരിട്ട് സ്കിന്നിലൂടെ നമ്മൾ ബെൽറ്റ് ഒക്കെ ഇടില്ലേ, ബെൽറ്റ് സ്ട്രാപ്സുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ? ഓക്കെ, അതിനെയാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ബെൽറ്റ് ഇടാം, നമ്മൾ കഴുത്തിലൂടെ ബെൽറ്റ് ഒക്കെ ഇട്ട് കയ്യിലൊക്കെ സ്ട്രാപ്പ് ഒക്കെ വെച്ച് വെക്കാറില്ലേ? അതാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ബോൺസിന് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റും. പിന്നെ സ്കെൽറ്റൽ ട്രാക്ഷൻ ഉണ്ട്. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ, ബോൺസ് ഒക്കെ പൊട്ടിപ്പോയതിനുള്ളിൽ സ്റ്റീലൊക്കെ ഇടില്ലേ, സ്ക്രൂ ഒക്കെ ചെയ്ത് പിൻ ചെയ്ത് ആ രീതിയിലുള്ളതാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ. അതന്നെ, സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് സ്കെൽറ്റൽ ട്രാക്ഷൻ. അപ്പൊ ഈ ട്രാക്ഷൻ പൊതുവെ നമുക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്? ദേ ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഓർത്തോപീഡിക് മെഡിസിൻ ആണ് കേട്ടോ. ഓർത്തോപീഡിക് മെഡിസിനാണ് അത് കൂടുതലായിട്ട്. കാരണം അവിടെയാണല്ലോ ബോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലായിട്ടും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അവിടെ തീരെയാണ് കേട്ടോ. അപ്പൊ 43 മെഡിക്കൽ എക്യുപ്മെന്റുകളാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ എളുപ്പമാണ് അത് ഓരോ എക്യുപ്മെന്റുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കാം. ചില എക്യുപ്മെന്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വേണമെങ്കിൽ വരാം. ഇപ്പൊ ECG, ഓക്കെ, ECG, ഹോൾട്ടർ മോണിറ്റർ, കാർഡിയാക് മോണിറ്റർ, ഇതൊക്കെ ഏകദേശം ഒരേ പർപ്പസ് തന്നെയാണ്. ECG എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സമയത്തേക്ക് മാത്രം എന്താണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ, ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് പറയേണ്ട സമയത്ത് തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഹോൾട്ടർ മോണിറ്റർ ഉപയോഗിക്കുന്നത്. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് അല്ല അവിടെ നടക്കുന്നത്. പകരം എന്താണ്, ലൈവ് ആയിട്ടുള്ള ECG അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പ്രദർശിപ്പിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ പറയുന്നത്. അതുപോലെ സിറിഞ്ച് പമ്പ്, ഇൻഫ്യൂഷൻ പമ്പ്, രണ്ടിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു ഒന്ന് തന്നെയാണ് രണ്ടിന്റെ പർപ്പസ്. സിറിഞ്ച് പമ്പ് ആകുമ്പോൾ വളരെ ചെറിയ കുറഞ്ഞ വോളിയംസ് ഓഫ് ലിക്വിഡ്സ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുമ്പോൾ, ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ലാർജർ വോളിയംസ് ഓഫ് ലിക്വിഡ് ഒക്കെ എന്താണ് ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി.
ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ബോൺസുകൾ, പ്രത്യേകിച്ച് നമുക്ക് ഫ്രാക്ചർ ഒക്കെ വരില്ലേ, നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടൂലേ, അങ്ങനെ ബോൺസ് ഒക്കെ ഫ്രാക്ചർ ആകുന്ന സമയത്ത് അതിനെ സ്ട്രെയിറ്റൻ ചെയ്യാനും നേരെയാക്കാനും, പിന്നെ നമ്മുടെ സ്പൈൻ, നമ്മുടെ നട്ടെല്ല്, അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ചുറ്റുമുള്ള ആ ഒരു പ്രഷർ ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, പിക്ചറിൽ കാണുമ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ ട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലറ്റൽ ട്രാക്ഷൻ ഉണ്ട്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് സ്കിന്നിലോട്ടാണ് ആ ഒരു ട്രാക്ഷൻ ഫോഴ്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കൈയൊക്കെ ഫ്രാക്ചർ നമ്മൾ ചിലപ്പോൾ ഈ കയ്യിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് കത്തിക്കൂടിയിട്ട് അങ്ങനെ ഇടാറില്ലേ നമ്മൾ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താണ്, സ്കിന്നിലാണ് ആ ഒരു ട്രാക്ഷൻ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് നാൾ നമ്മൾ അങ്ങനെ ഇട്ട് നടക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് നേരെയാക്കാം. സ്കെലറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ എല്ല് പൊട്ടുന്ന സമയത്ത് സ്റ്റീലൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കും. ഓക്കെ, അത് നമ്മൾ നേരിട്ട് സ്കെലറ്റലിലേക്കാണ്, നമ്മുടെ ആ ഒരു സ്കെലറ്റൻ ബോക്സിലോട്ടാണ് നമ്മൾ ട്രാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് സ്കെലറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? സൗമ്യക്ക് ഓക്കെ ആണോ? അതെ, കമ്പ്യൂട്ടർ ഇടില്ലേ, അത് നേരിട്ട് അതാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ബെൽറ്റ് ഒക്കെ ഇട്ട് കഴുത്തിൽ കൂടെ അങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് അത് നമ്മൾ സ്കിന്നിലോട്ടാണ് ട്രാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ 43 എണ്ണമാണ് കേട്ടോ അതിനകത്ത് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഫൈനൽ ചാപ്റ്റർ ആണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോ ഇതൊരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കുറെ പോയിന്റുകളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ പഠിക്കുന്ന കോഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എന്തായാലും ജോലിക്കൊക്കെ കയറും. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിങ്ങൾ കയറുന്ന സമയത്ത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റികളാണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാവുക, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും നമുക്കൊരു 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. 5 പേരുടെ ഏതൊക്കെയാണെന്ന് അറിയാം? 5 പേര്. ഒന്ന് വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ വന്നിട്ട് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. പിന്നെ വരുന്നത് മെഡിക്കൽ സെക്രട്ടറി. ഓക്കെ, മെഡിക്കൽ സെക്രട്ടറി. പിന്നെ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്. ലാസ്റ്റ് വൺ പേഷ്യന്റ് കൗൺസിലർ. ഇങ്ങനെ 5 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. 5 പേരുടെയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, പിന്നെ വരുന്നത് പേഷ്യന്റ് കൗൺസിലർ. അതുകൂടാതെ ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്കുണ്ട്. അത് കുറെ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്കില്ലുകളെ പറ്റിയിട്ടൊക്കെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ചല്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നോക്കാം. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ or a healthcare sector. These administrative roles could see you working in different departments in a hospital. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചതൊക്കെ ക്ലിനിക്കൽ ജോബുകളൊക്കെയാണ് കൂടുതൽ നമ്മൾ കണ്ടത്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലും പഠിച്ചേക്കുന്നത്. അങ്ങനത്തെയാണ്. നമ്മൾ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് അല്ലെ. ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾ ധാരാളമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ. പല ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗമാണ് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ദീസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് കുഡ് സീ യു വർക്കിംഗ് ഇൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഓക്കെ, ഒരു 11 പോയിന്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. എല്ലാവരുടെയും പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ 5 പേരുടെ പോയിന്റുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ഏകദേശം ഒരുപോലെ ഇരിക്കും. ആരുടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, നമുക്ക് എക്സാം വരുമ്പോൾ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം ഏകദേശം എല്ലാവരുടെയൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും അത് എന്താ പറയാ തിരിച്ചറിയാൻ പാകത്തിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. Hospital administrators play an important role in overseeing the operations and management of a healthcare facility. Their responsibilities typically consist of നോക്കാം അവരുടെ റെസ്പോൺസിബിലിറ്റി പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ്. രണ്ടാമത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, facilities and equipment management, quality assurance and patient safety, community relations, risk management, information management, collaboration and leadership. ഇത്രയും പോയിന്റുകളാണ്. 11ാമത്തെ പോയിന്റ് അല്ല കേട്ടോ, 11ാമത്തെ പോയിന്റ് അല്ല, 10 പഠിക്കാനുള്ളൂ കേട്ടോ. ഇത്രയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയില്ലേ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്ട്രാറ്റജിക് പ്ലാനിങ്. അത് തന്നെ, തന്ത്രപരമായിട്ടുള്ള എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, ഒരു ലോങ് ടേം ഗോൾസ് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ഒരിക്കലും ഒരു ഷോർട്ട് ടേമിലേക്കാണുള്ള ഡെവലപ്മെന്റ് അല്ല കാണുന്നത്. ഒരുപാട് നമ്മൾ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് ആണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള, അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് അവിടെ നടത്തേണ്ടത്. അത്തരത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഗോൾ അച്ചീവ് ചെയ്യാൻ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുക. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ accountable for developing long-term strategies and goals for the hospital. അല്ലെ, ഇപ്പൊ പറഞ്ഞതാണ് അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ലോങ് ടേം ആയിട്ടുള്ള ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. കാരണം അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ആ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഹോസ്പിറ്റൽ ഏറ്റവും നന്നായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഫുൾ ക്രെഡിറ്റ് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? അവരുടെ അഡ്മിനിസ്ട്രേഷനാണ് കൊടുക്കേണ്ടത്. കാര്യം അവരാണ് അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റും തീരുമാനിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. ഓക്കെ, അപ്പൊ നോക്കാം, ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ അതിന് ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യണം അല്ലെ. ഒന്നാമത്തെ എന്താണ്? ദിസ് കൺസിസ്റ്റിംഗ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അല്ലെ. എന്ന് വെച്ചാൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളാണ് അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട്. ഒരേ ലൊക്കാലിറ്റിയിൽ, ഒരേ റീജിയനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ ഹോസ്പിറ്റലുകളും അവര് മുന്നിട്ട് നിൽക്കാനായിട്ട്, അവരുടെ റെപ്യൂട്ടേഷന് മുന്നോട്ട് എന്താണ് ഏറ്റവും മുൻപന്തിയിൽ നിർത്താനായിട്ട് അതിനനുസരിച്ചുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. മാർക്കറ്റ് ട്രെൻഡ് അറിയണമെങ്കിൽ നമ്മൾ പേഷ്യൻസിന്റെ നീഡ്സ് അറിയണം, അവരുടെ റിക്വയർമെന്റ്സ് അറിയണം, അവരെന്താണ്, എങ്ങനെയുള്ള സേവനങ്ങളാണ് അവര് എന്താ പറയാ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് ട്രെൻഡ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്താണ്, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഒരേ സ്ഥലത്ത് ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു മാർക്കറ്റ് ട്രെൻഡുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം.
ഓക്കെ. പിന്നെ എന്താണ് ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അതുപോലെ തന്നെ മെച്ചപ്പെടേണ്ട ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിന് ഏറ്റവും മികച്ച സേവനം കൊടുക്കണമെങ്കിൽ അവിടെ പല പല ഏരിയകൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടാവും. എന്തായാലും എല്ലാം ഫുള്ള് പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. പിന്നെ എന്താണ് പറയുന്നത് ആൻഡ് ഡിവൈസിംഗ് ദ പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. അതിലൂടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് ഏറ്റവും മികവുറ്റതാക്കുന്നതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്ത്രപരമായിട്ടുള്ള പ്ലാനുകളാണ് അല്ലെ. കാര്യം ഇതൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ കീൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. മാർക്കറ്റ് ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്യാം, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കാം. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ സ്ട്രാറ്റജിക് പ്ലാനിങ് കേട്ടോ. രണ്ടാമത്തത് വരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്കറിയാം അതൊരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിലും ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല ആണല്ലോ. അതിപ്പോ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ്, അവരുടെ ആ ഒരു അവരുടെ റവന്യൂ അല്ലെ, അവർക്ക് എത്ര വരുമാനം വരുന്നുണ്ട്, എന്തൊക്കെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെയുള്ള ബഡ്ജറ്റിംഗ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, അതിനായിട്ട് അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ദേ വർക്ക് കെയിൻലി വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ റവന്യൂ, control expenses, distribute the resources in an effective manner and ensure the financial firmness of the organization. അപ്പൊ അതിനായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഫിനാൻസ് ടീമുമായിട്ട് സഹകരിച്ചവര് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ ദ റവന്യൂ അല്ലെ. ആ ഒരു റവന്യൂ വരുമാനം, ഹോസ്പിറ്റലിലോട്ടുള്ള വരുമാനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും, കൺട്രോൾ എക്സ്പെൻസസ് അല്ലെ ചെലവുകൾ കൺട്രോൾ ചെയ്യാനും, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ റിസോഴ്സസ് ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. അവിടുത്തെ എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സുകളും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഉപയോഗപ്പെടുത്താനും അതിലൂടെ എന്ത് ഉറപ്പാക്കാൻ പറ്റും? എൻഷുർ ദ ഫിനാൻഷ്യൽ ഫർമ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തിക്കണം അല്ലെ. പ്രവർത്തിക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടായിരിക്കണം അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസിയും ഒന്നും ഇല്ലെങ്കിൽ തോന്നിയ രീതിയിലായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. അങ്ങനെ തോന്നിയ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ പോളിസികളുണ്ട്. അപ്പൊ അത്തരം പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതും അത് ഡെവലപ്മെന്റ് മാത്രമല്ല അത് ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് കൂടെ ചെയ്യണം അല്ലെ, നടപ്പിലാക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെറ്റപ്പ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി അല്ലെ. ഫെസിലിറ്റി ഏതാണ്? ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഫ്ലോ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഫോർമുലേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്താണ്? ദേ എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ് അല്ലെ. ലീഗൽ ആൻഡ് റെഗുലേറ്ററി നീഡ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലെ. ഓരോ ഹോസ്പിറ്റലുകളും അവര് എന്താണ് പാലിക്കേണ്ടതായിട്ടുള്ള അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ലീഗൽ ആയിട്ടുള്ള റെഗുലേറ്ററി പോളിസികളും അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെ. കംപ്ലൈൻസ് മീൻസ് പാലിക്കുക കേട്ടോ. പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം.
വരുത്തണം. എൻകറേജ് ദ പേഷ്യന്റ് സേഫ്റ്റി, അതിലൂടെ എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തണം അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തണം. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ, അതിലൂടെ ഹോസ്പിറ്റലിന്റെ എല്ലാവിധ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകളും നിലനിർത്തണം. നമ്മൾ എത്തിക്സ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ, ഹോസ്പിറ്റലിന്റെ എത്തിക്സ് ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ അത്തരം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകളൊക്കെ നിലനിർത്തണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിസികളും പ്രൊസീജിയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. സോ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ക്ലിയർ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ മൂന്നാമത്തെ പോയിന്റ്? ഇനി അടുത്തത് കേട്ടോ, നാലാമത്തെ പോയിന്റ് ഇതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതിനകത്ത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, HR. ഓൾറെഡി നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ, HR മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റലിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ റിക്വയർമെന്റ്സ് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുക അല്ലെ, തെരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും മറ്റും പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് വർക്ക് എൻവിയോൺമെന്റ്, implement performance estimation systems, handle employee relations, and address staffing requirements to ensure adequate coverage and optimal staffing levels. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വെറും എന്താണ് ആളുകളെ തെരഞ്ഞെടുക്കൽ മാത്രമല്ല അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട എല്ലാവിധ നല്ല വർക്ക് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതാണ് അവർ പറഞ്ഞത്, പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് വർക്ക് എൻവിയോൺമെന്റ് അല്ലെ, അതായത് അവിടുത്തെ ജീവനക്കാർക്ക് നല്ലൊരു വർക്കിംഗ് എൻവിയോൺമെന്റ് കൊടുക്കണം. അതുപോലെ എന്താണ്, ഇംപ്ലിമെന്റ് ദ പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റംസ്, അതുപോലെ ഓരോ എംപ്ലോയീസിന്റെ പ്രകടനം വിലയിരുത്താനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. പെർഫോമൻസ് നോക്കിയിട്ടാണ് ആളുകളെ നിലനിർത്തുന്നത്. അപ്പൊ ആ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ് അല്ലെ, ജീവനക്കാരുമായിട്ട് നല്ലൊരു റിലേഷൻസ്, നല്ലൊരു പോസിറ്റീവ് റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്, അഡ്രസ് ദ സ്റ്റാഫ് റിക്വയർമെന്റ്സ്, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എത്രത്തോളം സ്റ്റാഫിന് അവിടെ ആവശ്യമാണ്, എത്രത്തോളം സ്റ്റാഫുകൾ അവിടെ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണ് മാനേജ് ചെയ്യണം. അതിലൂടെ ടു എൻഷുർ ആഡിക്വേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽ. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ ആ ഒരു ലെവലൊക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ, മാനേജ് ചെയ്യാം. കാര്യം അതെ, മതിയായ സ്റ്റാഫുകൾ എപ്പോഴും നിലനിർത്തണം. അപ്പൊ നമ്മൾക്കിപ്പോ ചില സ്റ്റാഫുകൾ ജോലി മതിയാക്കിയൊക്കെ പോകും അല്ലെ, അതായത് മോശം അന്തരീക്ഷമാണ്, നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവിയോൺമെന്റ് ആണെങ്കിൽ അവിടെ എംപ്ലോയീസ് അധികം നിലനിൽക്കില്ല, അവരൊക്കെ ജോലി മതിയാക്കിയൊക്കെ പോകും അല്ലെ. എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, അത് മനുഷ്യ വിഭവങ്ങളാണ്. അപ്പൊ അവർക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് എൻവിയോൺമെന്റ് കൊടുക്കുക, നല്ല വർക്കിംഗ് അവേഴ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ല, അതുപോലെ അവർക്ക് അവരുടെ സ്കില്ലും അതുപോലെ തന്നെ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക. ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ വെറും ആളുകളെ തെരഞ്ഞെടുക്കല്, അവർക്ക് പരിശീലനം കൊടുക്കല് മാത്രമല്ല, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റാഫിംഗ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും അവിടെ ഉറപ്പുവരുത്തണം അല്ലെ. എക്യുപ്മെന്റ് ആണെങ്കിലും മറ്റുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളാണെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ നല്ല ഡോക്ടറും നല്ല നഴ്സുമാരും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, നല്ല സേവനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടാവണം, എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം, ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. അതൊക്കെ മാനേജ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് നോക്കാം. Administrators are accountable for maintaining the hospital's physical infrastructure, equipment and technology. Okay, നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ, അവിടുത്തെ ടെക്നോളജി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ,
They supervise maintenance, upgrades, and renovations to ensure a safe and efficient environment for the patients, staff and visitors. കേട്ടോ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, മറ്റുള്ള സ്റ്റാഫുകൾ, അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവിടെ വരുന്ന മറ്റു വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ എന്താ പറയുക ഫെസിലിറ്റികളുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ അതിന്റെ റിനോവേഷൻസ്, അപ്ഗ്രഡേഷൻസ്, ഇതൊക്കെ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. വേണ്ടത്ര ഫിസിക്കൽ ഫെസിലിറ്റികൾ ഇല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ വരാൻ താല്പര്യം ഉണ്ടാവില്ല, ആളുകൾ വരില്ല അല്ലെ. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിപ്പോ രോഗം വന്നു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങിയാലേ കാര്യമുള്ളൂ അല്ലെ. അപ്പൊ പെട്ടെന്ന് രോഗം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെക്നോളജീസും എക്യുപ്മെന്റ്സും സംവിധാനങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് കൂടുതലും ആളുകൾ ഇഷ്ടപ്പെടുന്നതും അത്തരം ഹോസ്പിറ്റലുകളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് 5 പോയിന്റ് ആണ്. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഈ 5 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചേക്കൂ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ആദ്യത്തെ 5 പോയിന്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 5 പോയിന്റ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തതാണ് ക്വാളിറ്റി. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. പിന്നെ എന്താണ്? ക്വാളിറ്റി ഉറപ്പുവരുത്തണം, രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഓക്കെ, നോക്കുക. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഹോസ്പിറ്റലിനകത്ത് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു ഹെൽത്ത് കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയും ആരുറപ്പാക്കണം? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ദേ ക്രിയേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. അതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി അഷ്വർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എന്ത് ചെയ്യണം? ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം അല്ലെ. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്സ് അവരെടുക്കണം. ഓക്കെ, പിന്നെന്താണ്? മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കംസ്. അതുപോലെ പേഷ്യൻസിന്റെ റിസൾട്ടുകൾ, ദാറ്റ് മീൻസ് റിസൾട്ട് ഇൻ ദ സെൻസ് ഉദ്ദേശിച്ചത് പേഷ്യൻസിന് അവിടെ നിന്ന് കിട്ടുന്ന സേവനത്തിലുള്ള അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതും കൂടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതന്നെ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ മോണിറ്റർ ചെയ്യണം. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. അതിന് പുറമെ എന്താണ്? കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് അല്ലെ, ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ അവര് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. ആ രീതിയിൽ നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യണം കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പുവരുത്താം. അഷ്വറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പുവരുത്തലാണ്. ആൻഡ് ദെൻ പേഷ്യന്റ് സേഫ്റ്റി കേട്ടോ. അതിലൂടെ രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താം. ഓക്കെ, പിന്നെ വരുന്നത് കമ്മ്യൂണിറ്റി റിലേഷൻസ് ആണ്. കമ്മ്യൂണിറ്റി റിലേഷൻസ് അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു, പബ്ലിക് റിലേഷൻസ് പഠിച്ചതാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷനും കൂടെ ഉണ്ടായിരിക്കണം അല്ലെ. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കമ്മ്യൂണിറ്റി റിലേഷൻസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നല്ലതും ഉണ്ടാകും, മോശം ഉണ്ടാകും. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ.
they engage in community outreach programs. അപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകളൊക്കെ എൻഗേജ്ഡ് ആണ് അല്ലെ. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക് റിലേഷനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന ഓപ്പൺ ഡേ ഹൗസുകള്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റുകള്, പിന്നെ എക്സിബിഷൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകള്, ഇതൊക്കെ നടത്തുക അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ നേരിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകളൊക്കെ എൻഗേജ് ചെയ്യാം. അതുപോലെ തന്നെ കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻസ് അല്ലെ. അതിനായിട്ട് ലോക്കൽ ഓർഗനൈസേഷൻ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, വില്ലേജ്, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ ഹോസ്പിറ്റലുകളൊക്കെ നേതൃത്വത്തിൽ ചില പഞ്ചായത്തിന്റെ സ്കൂളുകളിലൊക്കെ നമ്മൾ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിന്റെ ലോക്കൽ ഓർഗനൈസേഷന്റെ ആ ഒരു പെർമിഷനും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് എന്താ പറയാ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താം. അപ്പൊ അങ്ങനെയൊക്കെ നടത്താനുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോക്കൽ ഓർഗനൈസേഷനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം അല്ലെ. അപ്പൊ ആ രീതിയിൽ കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻസ് ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് to meet the health care requirements of the community in an effective manner. അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് നിർവഹിക്കുന്നതിനായിട്ട് അസിസ്റ്റ് ചെയ്യാം അല്ലെ, അവരെ പിന്തുണയ്ക്കാം. ആ രീതിയിലൊക്കെ എന്താണ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആ രീതിയിൽ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ് കേട്ടോ, കമ്മ്യൂണിറ്റി റിലേഷൻസ്. പിന്നെ എന്താ വരുന്നത്? 8ാമത്തെ പോയിന്റ്, റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് കാര്യം നമുക്കറിയാം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും അലിഗേഷൻസ് വരാം, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളൊക്കെ വരുന്ന സമയത്ത് അതിനെ പ്രോപ്പർ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. പ്രത്യേകിച്ച് റിസ്ക് വരുന്ന പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അടിത്തറ ഇളകി പോവാത്ത രീതിയിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് അഡ്മിനിസ്ട്രേഷൻ മാത്രമേ സാധിക്കൂ കേട്ടോ. അപ്പൊ നോക്ക്, റിസ്ക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻസ് അത് തന്നെ പ്രോബ്ലം സോൾവർ ആയിട്ട് നമ്മൾ അതൊക്കെ പബ്ലിക് റിലേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പ്രോബ്ലം സോൾവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെ റിസ്ക് മാനേജ്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻസ് ഇവാലുവേറ്റ് ആൻഡ് മാനേജ് ദ റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഓക്കെ, ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകളൊക്കെ മാനേജ് ചെയ്യാനും വരുന്ന റിസ്കുകൾ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. They execute the protocols and policies to minimize the potential risk. അപ്പോ ഇത്തരത്തിലുള്ള റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ടുള്ള പോളിസികള്, പ്രോട്ടോകോൾസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. റിസ്കുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. പേഷ്യൻസിനെ സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻസ് മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി അല്ല അതും കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട്. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. അതോടൊപ്പം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എന്താ പറയുക ലീഗൽ ആയിട്ടുള്ള ഇൻഷുറൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ധാരാളം വേസ്റ്റുകളും അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകളും സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ വരുന്നതാണ്. അതൊക്കെ ഡിസ്പോസ് ഒക്കെ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ കാര്യങ്ങളായിക്കോട്ടെ, ഇൻഷുറൻസ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, കൂടുതലും ഹെൽത്ത് ഇൻഷുറൻസും മറ്റൊക്കെ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഇൻഷുറൻസ് മാറ്റേഴ്സ്, ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഡിക്ലൈൻ ചെയ്യപ്പെടാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വമൊക്കെ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് അടുത്ത പോയിന്റ് ഇതാണ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ ദ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും HIS അല്ലെ. HIS പഠിക്കുന്നില്ലേ ഇപ്പോ? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. നമുക്കറിയാം അല്ലെ. ഇതിപ്പോ എന്താ പറയാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വന്നതോടുകൂടി തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ
വർക്ക് ഫ്ലോ വളരെയധികം എന്താണ് വളരെയധികം ഈസി ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. പണ്ട് മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും എന്തിലൂടെ എന്തൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ എളുപ്പമായി അല്ലെ, ഒരുപാട് എളുപ്പമായി. ആ സമയമൊക്കെ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് സ്റ്റാഫുകൾക്ക് പ്രയോജനപ്പെടുത്താനും പറ്റി. അപ്പൊ ആ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനൊക്കെ ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്തെന്താണ്? They guarantee the confidentiality and security of patient information while facilitating efficient data management and reporting. അപ്പോ ഇത്തരം എന്താ പറയുക സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പേഷ്യന്റിന്റെ ഡാറ്റയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ഉറപ്പുവരുത്തണം? കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് സെക്യൂരിറ്റി അവിടെ ഉറപ്പുവരുത്തണം. കാര്യം ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതൽ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് രോഗികളുടെ സുരക്ഷിതത്വം, അവരുടെ സ്വകാര്യതയൊക്കെ ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ വളരെ കോൺഫിഡൻഷ്യാലിറ്റി, സേഫ്റ്റി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക കേട്ടോ. അതൊക്കെ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. Then last point ഇതാണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്, കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിച്ച് പ്രവർത്തിക്കുക, കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, പ്ലസ് ലീഡർഷിപ്പ് കേട്ടോ. അതായത് administrators work collaboratively with the physicians, nurses and other healthcare professionals to ensure a coordinated and efficient delivery of care. അല്ലെ, അതായത് രോഗികൾക്ക് ഏറ്റവും കോർഡിനേറ്റഡ് ആയിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം അല്ല, അവരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. They give leadership, support, guidance to staff members, promoting a positive and collaborative work culture. അപ്പൊ അതിനായിട്ട് അവർ എന്ത് ചെയ്യണം? They give leadership, അവരാണ് അതിന് വേണ്ട നേതൃത്വം വഹിക്കേണ്ടത് അല്ലെ. അതുപോലെ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഏറ്റവും നല്ല സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് കൾച്ചർ, അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ അവിടെ ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് പോയിന്റ് കേട്ടോ, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇത്രയാണ് ആരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇതുകൊണ്ടൊന്ന് പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്ട്രാറ്റജി പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? These responsibilities may differ depending on the size and type of the hospital, but overall hospital administrators play a vital role in managing and enhancing the healthcare facilities operation and service. നമ്മൾ ഈ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ചെറിയ ഹോസ്പിറ്റലിൽ തൊട്ട് വലിയ ഹോസ്പിറ്റൽസ് വരെ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിനും അതിന്റെ സൈസ് ആൻഡ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. എങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ബോറിംഗ് ആയിരിക്കും കേട്ടോ ഈ ചാപ്റ്റർ അങ്ങനെയാണ് കേട്ടോ. ഈ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ ആദ്യത്തെ ആള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. അപ്പൊ 5 പേരിൽ ഒരാളുടെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ആള് ആരാന്നറിയോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ആരാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് നോക്കാം. അപ്പൊ പഠിക്കുമ്പോ
മാറിപ്പോകരുത് കേട്ടോ, മാറിപ്പോകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്റുകൾ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും. അപ്പൊ അത് മാറിപ്പോവാത്ത രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കാം. The job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties related to the operation of the outpatient department. ആ പേരിൽ തന്നെ എന്താണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്നാണ് പറയുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്തായിരിക്കും, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും ആർക്ക് വരുന്നുണ്ടാവുക, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് വരുന്നുണ്ടാവുക. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ കിടപ്പുണ്ട് ഔട്ട് പേഷ്യന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ഓക്കെ. അപ്പോ some of the key responsibilities an outpatient secretary in a hospital may comprise. അപ്പൊ നിങ്ങൾ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ അവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ഒന്നാമത്തെ എന്താണ്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാല് an outpatient secretary is accountable for scheduling appointments for patients and making sure that appointments are actually prioritized based on the patient's medical requirement. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക ആർക്കാണ് ഉത്തരവാദിത്തം, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഇനി അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എന്ത് ഉറപ്പ് വരുത്തണം, ഓരോ രോഗിയുടെയും മെഡിക്കൽ റിക്വയർമെന്റ്സിനനുസരിച്ച് പ്രയോറിറ്റി അല്ലെ, പ്രയോറിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ. ഇപ്പൊ ഒരുപാട് രോഗികൾ വരുന്നു, ഒരു ഔട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല അല്ലെ, കുറച്ച് സമയം മാത്രമേ അത് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന രോഗികളിൽ തന്നെ ഇപ്പൊ എല്ലാവരെയും നമുക്ക് അത് അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും മെഡിക്കൽ റിക്വയർമെന്റ് ആർക്കാണോ ആവശ്യം, പ്രയോറിറ്റി നോക്കണം അല്ലെ. ഏറ്റവും സിവിയർ ആയിട്ട് ഏറ്റവും ആവശ്യകതയുള്ള പേഷ്യന്റ് ആരാണോ അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് കേട്ടോ. അടുത്ത നോക്കിയേ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. എന്താണ് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ? രോഗിക്ക് കൊടുക്കുന്ന പരിചരണം അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് keenly with the other hospital staff to coordinate patient care. അല്ലെ, പേഷ്യന്റിന് ഒരു നല്ല പരിചരണം, ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റാഫുകളുമായിട്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ. അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം, വിച്ച് ഇൻക്ലൂഡ്സ് അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ്. രോഗിക്ക് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മറ്റു പ്രൊസീജിയറുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അവർക്ക് അവൈലബിൾ ആക്കുക. ആൻഡ് എൻഷുവറിംഗ് ദാറ്റ് പേഷ്യൻസ് റിസീവ് ആക്ട് ഫോളോ അപ്പ് കെയർ. അതോടൊപ്പം ആ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോയാലും അവർക്കൊരു അനുയോജ്യമായിട്ടുള്ള ഫോളോ അപ്പ് കെയർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ആ രീതിയിൽ കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. അപ്പൊ പേഷ്യന്റ് കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിക്ക് അടുത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം ഒരു ഫോളോ അപ്പ് കെയറും കൂടെ ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു പേഷ്യന്റ് കെയർ അവിടെ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ആൻസറിങ് ഫോൺ കോൾസ്. വരുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഫോൺ കോൾസുകൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. Outpatient secretary is accountable for answering phone calls and directing the patients to the concerned department or staff member. കേട്ടോ. അതായത് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഫോൺ കോൾസുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ വരുന്ന പേഷ്യൻസിന് അവര് ആവശ്യപ്പെടുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലോട്ട് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. ഓക്കെ. ഇതൊക്കെ എന്താണ്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ. ആൻസറിങ് ഫോൺ കോൾസ്. അടുത്ത പോയിന്റിനാണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഇതാണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റൈൻസ്
exact and up-to-date patient information in the hospital's electronic medical record system. ഓക്കെ, നമുക്കറിയാം ഇതിപ്പോ നിങ്ങൾ എല്ലാം HIS വഴിയായിട്ടാണ് നടത്തുന്നത്, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യൻസിനെയും ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിന് എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതും അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെ രോഗികളുടെ വിവരങ്ങൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിനകത്തേക്ക് എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. which includes the demographic information, അതായത് പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് അതിലെന്തൊക്കെ വരുന്നുണ്ട്? which includes the demographic information, അല്ലെ? ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചിട്ടില്ലേ? എന്താണ് സംഭവം? അതായത് നെയിം, ഏജ്, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ? അവരുടെ പേര്, അവരുടെ ലൊക്കാലിറ്റി, അവരുടെ അഡ്രസ്, അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കേട്ടോ. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, അല്ലെ? അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻ, അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊക്കെയാണ് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിനകത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഓക്കെ, അടുത്തത് എന്താണ്? പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രോസസ് റിക്വസ്റ്റ് ഫോർ ദ മെഡിക്കൽ റെക്കോർഡ്സ്, make sure that the patient's confidentiality is kept and releases medical records to the authorized individuals. നിങ്ങൾ ഓൾറെഡി മെഡിക്കൽ റെക്കോർഡ് ഒക്കെ പഠിച്ച ആൾക്കാരാണ്, അല്ലെ? അറിയാമോ? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ആക്സസബിൾ അല്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം, അല്ലെ? ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ അതിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇതൊക്കെ നിങ്ങൾ അവിടെ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് പഠിച്ചതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇവർ പറയുന്നത് എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ റിക്വസ്റ്റുകൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്യുക. അതോടൊപ്പം make sure the patient confidentiality is kept, അല്ലെ? പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തണം. ഓക്കെ, ഉറപ്പുവരുത്തണം. ആൻഡ് റിലീസസ് ദ മെഡിക്കൽ റെക്കോർഡ്സ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഓൺലി, അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെ? അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ഒന്നും അങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ എല്ലാ വിവരങ്ങളും അങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. അതാണ് അവിടെ പ്രോസസിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോസസിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, ആറാമത്തെ പോയിന്റ് ഇതാണ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഓൾറെഡി അറിയാം, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കൂടുതലും ക്ലറിക്കൽ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉണ്ട്. നോക്കാം, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി is accountable for handling a variety of administrative tasks like ordering office supplies, filing paperwork and managing correspondence. അതായത് ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്, ഓഫീസിൽ എന്തെങ്കിലും സപ്ലൈസുകൾ ആവശ്യമെങ്കിൽ അതിന് ഓർഡർ കൊടുക്കുക. അതുപോലെ ഫയലിംഗ് പേപ്പർ വർക്ക്, ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് വരുന്ന പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ മാനേജിങ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇടപാടുകളാണ് കേട്ടോ. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് ഇടപാടുകളാണ്. ഇടപാട് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇടപാടുകൾ, അല്ലെ? മെയിൽ വഴി ഇടപാട്, ഫാക്സ്, ഇമെയിൽസുകള്, നേരിട്ടുള്ള കറസ്പോണ്ടൻസ് എല്ലാം ഉണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഇടപെടലുകള്, കറസ്പോണ്ടൻസ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇതൊക്കെ എന്തിനകത്ത് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണ്. പേഷ്യൻസ് ആവാം, അവരുടെ റിലേറ്റീവ്സ് ആവാം, മറ്റുള്ള വിസിറ്റേഴ്സ് ആയിരിക്കാം, ആരും ആവട്ടെ, അവർക്ക് വേണ്ട കസ്റ്റമർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി is often the first point of contact for the patients. So providing excellent customer service is a crucial part of the job. ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻസ് വരുമ്പോൾ അവർ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിട്ടാണ്, അല്ലെ? അപ്പൊ അവർക്ക് ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കാര്യമാണ്. ഓക്കെ, പോയിന്റുകൾ പഠിച്ചോ നിങ്ങൾ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഔട്ട് പേഷ്യന്റ് എന്ന് തന്നെ പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ടാസ്കുകളൊക്കെയാണ് അവിടെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടാവുക. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്, coordinating patient care, answering phone calls, managing patient information, processing medical records, handling administrative tasks, providing customer service. ഏകദേശം ഇതേ പോയിന്റുകളുമായിട്ട് സിമിലാരിറ്റി ഉള്ള പോയിന്റ് തന്നെയാണ് മെഡിക്കൽ സെക്രട്ടറിക്കകത്തും വരുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ഓവറോൾ an outpatient secretary plays a key role in making sure that the outpatient department runs smoothly and efficiently and that the patients obtain high quality care. അപ്പൊ മൊത്തത്തിൽ ഒരു ഔട്ട് പേഷ്യന്റ് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന്, നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ്, attention to details, and excellent communication skills are necessary for the success in this role. അപ്പൊ ഇങ്ങനെ ഒരു റോള് കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? അവിടെ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം അല്ലെ? കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽ അല്ലെ? കാര്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ വേണം അല്ലെ? അതൊക്കെ ഉത്തരവാദിത്തമല്ല, അതിനുള്ള ഒരു സ്കില്ല് വേണം. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം വരും. അപ്പോഴൊക്കെ അതിന് വേണ്ട വിധത്തിലുള്ള അറ്റൻഷൻ കൊടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതോടൊപ്പം എന്താണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ എന്നാ ജോലിക്ക് വിടുന്നത് അത്യാവശ്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഈ ഒരു റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറെ സ്കില്ലുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരു അഡ്മിനിസ്ട്രേഷൻ ജോലിക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്നൊക്കെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ വരുന്നത്. അദ്ദേഹത്തിന്റെ പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അത്ര മതി. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് എടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങള്, ഈ പഠിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ 10 റെസ്പോൺസിബിലിറ്റിയും ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ 7 റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഡിക്കൽ സെക്രട്ടറിന്റെ നോക്കണം, പിന്നെ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ പേഷ്യന്റ് കൗൺസിലർ ഉണ്ട്. കൗൺസിലറിന്റെ എളുപ്പമാണ്, പേഷ്യന്റ് കൗൺസിലറിന്റെയൊക്കെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കാം. ഇനി നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ട ബേസിക് ആയിട്ട് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്? നിങ്ങൾ ഓരോരുത്തർക്കും ആ സ്കില്ല് ഉണ്ടെന്ന് അറിയാം, അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജോലിക്കൊക്കെ കയറുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.